പ്രൈസ് ദി ലോർഡ്. മഹാദൈവവും കർത്താവും നിത്യപിതാവുമായ യേശു മശിഹായ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. ഈ ലൈവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ JCNTST-യുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള എല്ലാ സ്നേഹ അന്വേഷണങ്ങളും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയിക്കുന്നു. കർത്താവിന് അതിയായി മഹത്വവും കൊടുക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ കർത്താവിന്റെ വചനം അതിൽ കൂടെ സംസാരിക്കുവാനും മറ്റുള്ള കർത്താവിലുള്ള ദാസന്മാരുടെ കൂടെ സഹോദരങ്ങളുടെ കൂടെ കർത്താവിന്റെ വചനത്തെ മറ്റുള്ളവർക്ക് ശുശ്രൂഷിക്കുവാനും കർത്താവ് ഗ്രൂപ്പായി ഞങ്ങൾക്ക് തന്ന കൃപകളെ ഓർത്ത് നന്ദി കരയറ്റുന്നു. ഇന്നത്തെ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു വിഷയം വെളിപ്പാടിന്റെ പുസ്തകം അതിന്റെ 3-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ഫിലഡൽഫിയ എന്ന സഭയോട് പറയുന്നു, വചനം നീ കാക്കണം, നീ കേട്ട വചനം നീ കാക്കണം, ആദ്യം കേട്ട വചനം കാക്കണം. അത് ഏത് വചനമാകുന്നു എന്ന് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. പാസ്റ്റർ അനീഷ് കാവാലം ആണ് ഈ ഒരു ആഹ്വാനം തന്റെ സഭയ്ക്ക് ഒരു കൺവെൻഷനിൽ കൂടെ നൽകുന്നത്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. അതിനുശേഷം നമുക്ക് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളെ അറിയാം. പിന്നെ പാസ്റ്റർ ജോയിയെ ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. നമ്മളോട് കൂടെ ആയിരിക്കുന്നു. ഈ വിഷയത്തെ പറ്റി പിന്നെ നമ്മൾ തുടർന്ന് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് പാസ്റ്റർ അനീഷ് കാവാലം പറഞ്ഞ കാര്യം എന്താണ് എന്ന് ഉള്ള കാര്യത്തെ പറ്റി ഒന്ന് നമുക്കൊരു ചെറിയ വീഡിയോ ഇവിടെ കാണാം. അപ്പൊ സഭയോട് ദൂത് പറഞ്ഞ് പരിചയപ്പെടുത്തി, ഓടിച്ചു പറയാം. ഒന്ന്, പരിചയപ്പെടുത്തി, എല്ലാ ഭാഗവും എടുക്കാൻ നേരമില്ല. 2, സഭയെ ഒന്ന് അഭിനന്ദിച്ചു. ആ 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം ഒന്ന് വായിച്ച അഭിനന്ദനം. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു. അഭിനന്ദനമാണ്. നീ എന്റെ വചനം കാത്തു. ഫിലദൽഫിയ സഭയോട് പറയുക, പല സഭയും പല സഭക്കാരും പല വ്യക്തികളും വചനം കാക്കാതിരുന്നപ്പോൾ നിന്നെ അഭിനന്ദിക്കുക, നീ എന്റെ വചനം കാത്തു. സ്തോത്രം. എന്റെ കൂട്ടുവേലക്കാരോട് ഞാൻ പറയാം, വചനത്തെ നാം കാത്താൽ നമ്മെ ദൈവം കാക്കും. ആമേൻ ജീസസ്. ഉപദേശത്തിനൊന്നും അയവ് വരുത്തരുത്. നമ്മള് ബന്ധിക്കോസാ. കമ്മലും മാലയിട്ടൊരു അമ്മാമ്മ വന്ന അമ്മാമ്മ ഇച്ചിരി കനവുള്ള അമ്മാമ്മയാ. കനത്തിൽ തന്നെ ഇരുന്നോട്ടെ. നമ്മൾ ഒന്നും പറഞ്ഞില്ലല്ലോ. പെന്തിക്കോസിന്റെ ഒരു ഉപദേശ ശൈലിയുണ്ട്. അത് കനവുള്ളവനൊക്കെ ഒരു ഭാഷയുണ്ടെന്ന് പറയുന്നത് മോശമാ, എന്നാലും കുഴിക്കാലെ പറയാതിരിക്കാനൊക്കത്തില്ല. സായിപ്പിനെ കാണുമ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾ ഡാഷ് പൂരിപ്പിച്ചോ, ചുമ്മാ ഇരിക്കല്ലേ. ഇത് പെന്തിക്കോസാ. കാശ് കാണുമ്പം, ആള് കാണുമ്പോ, പൊസിഷൻ കാണുമ്പോൾ, മറ്റ് പലതും കാണുമ്പോ ഇത് മയം വരുത്തരുതെന്നായി പറഞ്ഞത്. സ്തോത്രം. വചനത്തെ കാത്തോണം. ഇപ്പൊ പിള്ളേര് അമേരിക്കയിലും കാനഡയിലും ഡൽഹിയിലും ലണ്ടനിലും UK അയർലൻഡിലൊക്കെ പോയി നല്ല കാര്യം ഇനിയും പൊക്കോട്ടെ. നല്ല കാര്യം, എല്ലാവരെയും ദൈവം അയക്കട്ടെ. ഞാൻ എതിരല്ല. പക്ഷെ അവിടെ ഇവിടെയും പോയിച്ച് അവിടെ ഇവിടെയും കാണുന്ന കോക്കാമ്പീച്ച് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കരുത്. അപ്പൊ ശ്രദ്ധിച്ചേ, എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരോടും ദൈവ കുഞ്ഞുങ്ങളോടും പറയാം, നീ വചനത്തെ കാത്തോണം. എന്റെ കൂട്ടുവേലക്കാരോട് പറയാ, സഭയിൽ കാശുള്ള അച്ചായന്മാര് കാണും, കഴിവുള്ള അച്ചായന്മാര് കാണും, അമേരിക്കക്കാരി അമ്മാമ്മ കാണും, ലണ്ടൻകാരൻ അച്ചായൻ കാണും. സഭയ്ക്ക് സ്ഥലം തന്ന ഉപ്പാപ്പൻ കാണും, കൊച്ചപ്പൻ കാണും. അതൊക്കെ നല്ലത്. സഭയ്ക്ക് പാനും മേടിച്ചിട്ട് കാണും. പക്ഷേ അതൊന്നും കണ്ട് വചനത്തെ കോട്ടി മാറ്റരുത്. വചനത്തെ കാത്തോണം. നിങ്ങൾ വചനത്തെ കാത്താൽ നിങ്ങളെ ദൈവം കാക്കും. എന്റെ കൂട്ടുവേലക്കാരോടും ദൈവ കുഞ്ഞുങ്ങളോട് പറയാ, നീ വചനത്തെ കാത്താൽ ദൈവം നിന്നെ കാക്കും. നിന്റെ ആവശ്യങ്ങൾ നടത്താൻ ദൈവം വിശ്വസ്തനാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് ഈ പാസ്റ്റർ അനീഷ് കാവാലം ഇവിടെ പറയുന്നു, നമ്മൾ ആദ്യം കേട്ട വചനം കാക്കണം. മറ്റുള്ളവർ എന്തെങ്കിലും വന്ന് പറയുമ്പോൾ അതിൽ ഒഴുകി പോകാതെ നമ്മൾ
വചനത്തിൽ ഉറച്ചു നിൽക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ആദ്യമേ നോക്കാം, ഈ ഫിലദൽഫിയ എന്ന് പറയുന്ന സഭ എവിടെയാണ്? ഇന്ന് നമ്മൾ കാണുന്ന ടർക്കി എന്ന ദേശം അന്ന് ഏഷ്യ മൈനർ എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ഫിലദൽഫിയ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെയാണ് നമ്മൾ കാണുന്നത് ഫിലദൽഫിയ എവിടെയുണ്ട്, ലവദോക്കിയ എവിടെയുണ്ട്, സാർദിസ് ഇവിടെയുണ്ട്, തയാറ്റീര ഇവിടെയുണ്ട്, പെർഗമം ഇവിടെയുണ്ട്, എഫെസോസ് ഇവിടെയുണ്ട്. ഈ സഭകളെല്ലാം ഇവിടെ തന്നെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നു ഈ സ്ഥലത്ത് ഇവിടെ നൈസ്യ സ്ഥിതി ചെയ്യുന്നു. നിഖ്യ എന്ന് നമ്മൾ അറിയുന്ന സ്ഥലം, അതായത് ക്രിസ്തീയ വിശ്വാസം എന്ന് മനുഷ്യർ വിചാരിക്കുന്ന റോമൻ കത്തോലിക്ക സഭയുടെ ഒരു വിശ്വാസത്തിന്റെ ഉറവിടമായ നിഖ്യയും ഇവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നു. ഓർത്തഡോക്സ് സഭയ്ക്ക് ഉള്ള ഉറവിടം അന്ത്യോക്യ അല്ലെങ്കിൽ അന്താക്യ എന്ന് അറിയുന്ന ദേശം അല്ലെങ്കിൽ നഗരം, അതും ഇവിടെ നമുക്ക് നോക്കുന്നു കിഴക്കേ ടർക്കിയിൽ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഈ സഭകളൊക്കെ പറ്റിയാണ് കർത്താവ് ഇവിടെ സംസാരിക്കുന്നത്. ഈ പറഞ്ഞ വചനം വെളിപ്പാട് പുസ്തകം അതിൻ്റെ 3-ാമത്തെ അധ്യായത്തെ ആധാരമാക്കിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പാസ്റ്റർ ജോസഫിനോട് ചോദിക്കാം, ഇവിടെ എപ്പോഴെങ്കിലും കർത്താവ് ഡയറക്റ്റ് പോയി ഒരു സുവിശേഷം അറിയിച്ചിട്ടുണ്ടോ? ഈ ഭാഗങ്ങളിലൊക്കെ കേട്ട സുവിശേഷം ആരുടെ സുവിശേഷമായിരിക്കും? ആരുടെ വചനമാണ് അവർ ആദ്യം കേട്ടത്? അപ്പോൾ എന്താണ് അവർ കാക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് പാസ്റ്റർ ജോയിയോട് ചോദിക്കാം. ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ വിൽസൺ ബ്രദറിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കേൾവിക്കാരായിരിക്കുന്ന ഞങ്ങളുടെ മാന്യ സ്നേഹിതരെ, നിങ്ങൾക്ക് ക്രിസ്തുവേശുവിലുള്ള സ്നേഹവന്ദനത്തെ വീണ്ടും ഞങ്ങൾ അറിയിക്കുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ അനീഷ് കാവാലം ഇവിടെ നടത്തിയ ആ പ്രസംഗത്തിന്റെ വചനങ്ങൾ നിങ്ങൾ ശ്രവിച്ചുവല്ലോ. വാസ്തവത്തിൽ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു സംഗതി, എന്റെ വചനത്തോട് നിങ്ങൾ കൂട്ടരുത്, കുറയ്ക്കരുത്. അങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ അവർ കള്ളന്മാരെന്ന പേരിന് അർഹനാകുമെന്നും അവർക്ക് നിത്യതയിലുള്ള ആ അനുഭവം അല്ലെങ്കിൽ നിത്യമായിട്ടുള്ള ആ ദൈവിക അനുഭവം അവർക്ക് നഷ്ടമാകുമെന്നും പറയുന്നു. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ചോദിച്ച ചോദ്യം വളരെ ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതിന് മറുപടി നമുക്ക് ബൈബിളിലൂടെ കണ്ടെത്താം. ഇവിടെ അനീഷ് കാവാലം നടത്തിയ പ്രസംഗത്തിൽ 1-ാമത് വചനത്തെ അദ്ദേഹം എടുത്തു മാറ്റുന്ന ഒരാത്മാവ് തന്നെ ഭരിക്കുന്നുവെന്ന് നാം ചിന്തിക്കണം. കാരണം എന്ന് ചോദിച്ചാൽ, ദയവായിട്ട് വായിക്കുക. അദ്ദേഹം വായിപ്പിച്ച ആ തിരുവചനത്തിൽ പറയുന്ന വാക്യം ഇങ്ങനെയാണ്. അവിടെ കാണുവാൻ കഴിയുന്നത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം മുതലാണ് അദ്ദേഹം വായിച്ചത്. ഞാനൊന്ന് വായിക്കാം. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം മുതൽ ഞാനൊന്ന് വായിച്ചിട്ട് അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം. 1. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. നമുക്കറിയാം, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പട്ടണത്തിന്റെ ആരംഭം എങ്ങനെ വന്നു എന്നൊക്കെ ചരിത്രം വ്യക്തമാക്കി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ പല വിധത്തിലുള്ള ഭൂകമ്പത്താൽ പലവട്ടം പട്ടണത്തെ കടന്ന് ആക്രമിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ബലം ക്ഷയിച്ച ഒരു പട്ടണമാണ്. അവിടെ ആശ്ചര്യമായി തന്നെ അങ്ങനെയാണ്. എങ്കിലും എന്റെ വചനം കാത്തു എന്നുള്ള വാക്യം മാത്രം ഇദ്ദേഹം എടുത്തതിന് ശേഷം അടുത്തുള്ള അതിപ്രധാനമായ ഒരു വാക്യം അദ്ദേഹം വിഴുങ്ങി. അദ്ദേഹം അവിടെ വായിച്ചില്ല. വായിക്കുന്ന ആളെ കൊണ്ട് വായിക്കാൻ പോലും സമ്മതിപ്പിച്ചില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. എന്താ അതിവിടെ കാണുന്നത്?
നിങ്ങൾക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. അപ്പം ദൈവവചനം കാത്തു എന്ന് പറയുന്നത് എന്താ? കർത്താവിന്റെ നാമം നിഷേധിക്കാതെ വചനം കാത്തു നിൽക്കുന്ന ഒരു സംഭവമാണ് ദൈവസഭയ്ക്ക് ആവശ്യം എന്ന് വ്യക്തമായി അത് പഠിപ്പിക്കുമ്പോൾ, അതിന്റെ കുറച്ചു ഭാഗം മാത്രം എടുത്ത് അതിൽ അതിപ്രധാനമായി മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുന്ന ശ്രേഷ്ഠനാമം, അതുപോലെ തന്നെ സകല മാനവരാശിക്കും രക്ഷയ്ക്ക് മറ്റൊരു നാമമില്ല, യേശുക്രിസ്തു എന്നുള്ള ശ്രേഷ്ഠ നാമത്തെ അദ്ദേഹം അങ്ങ് വിഴുങ്ങി. അത് ജനങ്ങളെ പഠിപ്പിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം പ്രസംഗത്തിന് അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെ ഒരു വിരോധാഭാസം. കാരണം എന്താ? അദ്ദേഹം പറഞ്ഞു വരുന്നത് വചനം കാത്തു എന്ന് പറയുമ്പോഴും ആ വചനം എവിടുന്ന് കിട്ടി, എങ്ങനെയാണ് അവിടെ സഭ ആരംഭിച്ചത്? പ്രാരംഭത്തിൽ കർത്താവിന്റെ ദാസൻ പ്രിയ വിൻസൻ ബ്രദർ പറഞ്ഞതുപോലെ അതിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് എടുത്തു. അത് ഏഷ്യൻ മൈനറിലെ സഭകളാണ്. ഏഷ്യൻ മൈനർ എന്ന് പറഞ്ഞാൽ ഏഷ്യ ഭൂഖണ്ഡമല്ല, പശ്ചിമേഷ്യയെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അതെല്ലാം ഏറെക്കുറെ കുറച്ച് ചില കിലോമീറ്ററുകൾ മാത്രം അകലമുള്ള 7 സഭകളെ കുറിച്ചാണ് ആ സമയത്ത് വേദപണ്ഡിതന്മാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഒരു 10 സഭയെങ്കിലും കുറഞ്ഞത് കാണും. അതിൽ പ്രധാനമായി പരിശുദ്ധാത്മാവ് എടുത്ത് 7 സഭകളെ കുറിച്ചാണ് പരിശുദ്ധാത്മാവ് എടുത്ത് കാണിക്കുന്നത്. അത് അന്നും ഇന്നും നാളെയുമുള്ള സഭകൾക്ക് ഒരു വലിയ അടയാളമായി, അല്ലെങ്കിൽ അത് ഓരോ കാലങ്ങളായിട്ട് ചിന്തിക്കാൻ നമുക്ക് അനുവാദം നൽകുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി. ഇവരെങ്ങനെയാണ്, ഈ സഭ എങ്ങനെ ആരംഭിച്ചു? ഈ സഭയ്ക്കുള്ള ഉപദേശം, വചനം എന്തായിരുന്നു? ഇത് രണ്ടും അറിയാതെ, അത് രണ്ടും വിശ്വസിക്കാത്ത വചനം കാത്തു വചനം കാത്തു വചനം കാത്തു എന്ന് പറഞ്ഞു പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇതെല്ലാം ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ദൈവവചനത്തിന് ഘടകവിരുദ്ധമായി ജനങ്ങളെ തെറ്റായി പഠിപ്പിച്ച് വചനത്തിലുള്ളത് മാറ്റിക്കളഞ്ഞ് പറയേണ്ട കാര്യങ്ങൾ പറയാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ്. ഉദാഹരണം നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 2:38 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവായ ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശം 7 അടിസ്ഥാന ഉപദേശത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ പെന്തക്കോസ്തുകാർ പഠിപ്പിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവര് പഠിപ്പിക്കുന്നു മാനസാന്തരം, സ്നാനം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് പോകണം എന്നുള്ളതാണ്. അവിടെ വചനത്തിന്റെ പ്രധാന ഭാഗം അവരെടുത്ത് മാറ്റിക്കളഞ്ഞു. അങ്ങനെ പഠിപ്പിക്കുകയാണ്. അവിടെ അപ്പോസ്തല പ്രവൃത്തി 2:38 ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കണമെന്ന്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണമെന്നല്ല, മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണമെന്ന. ഈ മാന്യ സ്നേഹിതരല്ല ആ വചനത്തിന്റെ വിലപ്പെട്ട സത്യങ്ങൾ മറച്ചു വെച്ച് പഠിപ്പിക്കുന്നു. എത്ര വലിയ ഖേദകരമായിട്ടുള്ള സംഗതിയാണത്. ദൈവവചനം ഉള്ളതുപോലെ പഠിപ്പിക്കാൻ ഇന്ന് വരെ അനിഷ്കാപാലം പോലെയുള്ള ഇവിടുത്തെ സഭയുടെ നടത്തിപ്പുകാരെന്ന് പറയുന്ന അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവർക്ക് അതിനുള്ള ധൈര്യവുമില്ല. അവര് തൃത്വം എന്ന് പറയുന്ന എന്തോ ഒക്കെ പഠിപ്പിച്ച് ജനങ്ങളെ അങ്ങ് വഷളാക്കിയിരിക്കുക. ഇനി ഞാൻ പറയാം, ഈ ഏഷ്യ അല്ലെങ്കിൽ ആസിയയിലുള്ള 7 സഭകളാണ് ഈ പറയുന്ന വെളിപ്പാട് പുസ്തകം പറയുന്ന ആ 7 സഭകൾ. ഈ ആസ്യക്കാര് എങ്ങനെയാണ്, ഏതു സഭയുടെ അടിസ്ഥാന ഉപദേശം അംഗീകരിച്ചവരാണ്, അവിടെ ഏതു സഭയാണ് ആരംഭിച്ചത്? അതിന് വ്യക്തമായിട്ടുള്ള തെളിവ്, അതിന് ബാക്കി ഞാൻ ഇവിടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്താൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്ന ചരിത്രം നമുക്കറിയാം. അവിടെ ആ ഒരു വലിയ മുഴക്കമുണ്ടായി, പരിശുദ്ധാത്മാവിന്റെ പകർച്ചയുണ്ടായപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് ദൈവസഭയുടെ ആരംഭം നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല, ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അപ്പം ദൈവസഭയുടെ ആരംഭം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പകർച്ച അവിടെ ഉണ്ടായപ്പോൾ അവരെല്ലാവരും, ഇവിടെ പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ നാം ഇവിടെ പറയുകയാണ്, എല്ലാവരും ഭ്രമിച്ചു ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലാക്കാർ അല്ലയോ?
പിന്നെ നാം ഓരോരുത്തരും ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ? ഭർത്തരും മേദ്യരും ഏലാമ്യരും മെസപ്പൊത്യോമയിലും യഹൂദയിലും കപ്പദോക്കിയിലും പൊന്തോസിലും ആസ്യയിലും, ശ്രദ്ധിക്കണേ, ആസ്യയിൽ, ഈ ആസ്യയിൽപ്പെട്ട സ്ഥലമാണ് ഈ പറയുന്ന ഫിലദെൽഫിയ സഭ. ആസ്യയിലും റുഗ്യയിലും പമ്പുവിലെയും മിസ്രയീമിലും കുറേനേക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മത അനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. മനസ്സിലായോ? സഭ, ഏത് സഭയാണ് അവിടെ ആരംഭിച്ചത്? നമുക്കറിയാം, അപ്പോസ്തലന്മാർ കടന്നു ചെല്ലുന്നതിന് മുൻപേ പെന്തക്കോസ്ത് നാൾ വന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ഈ ആസ്യയിൽ നിന്ന് വന്ന യഹൂദന്മാരോ യഹൂദ മത അനുസാരികളോ ആ പെന്തക്കോസ്ത് നാളിൽ ഉണ്ടായിരുന്നു. ഏത്? അടിസ്ഥാന സഭയുടെ ഉപദേശം അവരുടെ സ്വന്തം ചെവി കൊണ്ട് കേട്ട് അവർ അതിനെക്കുറിച്ച് ഗ്രഹിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ ആ വചനം, ആ വൻകാര്യങ്ങൾ അവർ ഗ്രഹിച്ചതിന് ശേഷം അവര് എവിടേക്ക് പോയി? ഈ എഫെസോസിലേക്കും അതുപോലെ തന്നെ അറബിയിലേക്കും അതുപോലെ ഇവിടെ പറയുന്ന ഫിലദെൽഫിയയിലേക്കും പോയി അവർ സഭ സ്ഥാപിച്ചു. അപ്പൊ ആ സഭയുടെ അടിസ്ഥാന ഉപദേശം എന്താ? അപ്പോസ്തല പ്രവൃത്തി 2:38 എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അനുഷ്ഠാനം ഇത് ഈ ലോകത്തോട് യാത്ര പറയുന്നതിന് മുമ്പ് കാര്യങ്ങൾ ഗ്രഹിച്ചില്ലെങ്കിൽ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി എന്ന് വരും. സത്യവചനത്തിന് വേണ്ടി നിൽക്കുവാൻ, സത്യവചനത്തെ അതിന്റെ ഉള്ള രീതിയിൽ പ്രസംഗിക്കുവാനുള്ള ധൈര്യം കാണിക്കണം. എന്തിനു മറച്ചു വെക്കുന്നു? ഇവിടെ ധൈര്യം നമ്മൾ ഏത് വലിയ വമ്പന്മാരാണെങ്കിലും അതുപോലെ തന്നെ എത്ര പാൻ മേടിച്ചു തന്ന വ്യക്തിയാണെങ്കിലും സഭയ്ക്ക് കാശ് കൊടുത്തിട്ടുള്ള വ്യക്തിയാണെങ്കിലും വലിയവനാണെങ്കിലും അവന്റെ മുഖത്ത് നോക്കി കാര്യം പറയണമെന്ന് പറഞ്ഞാൽ പോരാ, വചനം ഉള്ളതുപോലെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ തിരിച്ചടി കിട്ടും. നിങ്ങൾ ഈ പറയുന്ന വചനങ്ങള്, ദൈവവചനത്തിന്റെ അടിസ്ഥാന ഉപദേശത്തെ മറച്ചു വെച്ച് നിങ്ങളെ കൊണ്ട് ഒരു ദുരാത്മാവ് ഇത് പറയിപ്പിക്കുന്നുവെന്ന് ഞങ്ങൾ പറയാൻ കാരണം, ദൈവം വിളിച്ചു, ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി ഉള്ളതുപോലെ പഠിപ്പിക്കാൻ ഇനിയെങ്കിലും പ്രിയ അനീഫ് പാസ്റ്റർ നിങ്ങൾ തയ്യാറാകണം. ഇവിടെ നിങ്ങൾ മറച്ചു വെച്ചല്ലേ? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ എന്താ വായിക്കുന്നത്? അവിടെ വായിക്കുന്നത്, നിങ്ങൾക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നിങ്ങൾ എന്റെ വചനം കാത്തു എന്ന് പറഞ്ഞ് നിർത്തുകയല്ല, അതിന്റെ അപ്പുറത്തായിട്ട് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം കൊടുക്കേണ്ട ശ്രേഷ്ഠ നാമത്തെ നിങ്ങൾ മൂടി വെച്ച് ജനങ്ങളെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നു. വളരെ കഷ്ടം എന്നല്ലാതെ എന്ത് പറയാൻ? അവിടെ ഒരു ശ്രേഷ്ഠ നാമമുണ്ട്. അപ്പോസ്തലന്മാരല്ല ഈ നാമക്കാരായിരുന്നു കേട്ടോ. വായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടെന്ന് ശ്രദ്ധിച്ചാണ്. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. അപ്പൊ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്തായിരുന്നു? അവർ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്നവരായിരുന്നു. പാസ്റ്റർ അനീഷ് കാവാലം, താങ്കളോ? യേശുവിന്റെ നാമം പുച്ഛമല്ലേ? യേശുവിന്റെ നാമം നിഷേധിക്കുകയല്ലേ? നിങ്ങളെക്കുറിച്ച് എവിടെ പറയുന്നത് എന്താ? അത് നിഷേധിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അന്ന് ഫിലദെൽഫിയ സഭയ്ക്കുള്ള ഗുണം എന്തായിരുന്നു? അവർ ദൈവവചനം കാത്തു. ഏത് ദൈവവചനം? അപ്പോസ്തലന്മാർ പഠിപ്പിച്ച വചനം അതേ രീതിയിൽ തന്നെ ജനത്തെ പഠിപ്പിക്കുകയും അതേ രീതിയിൽ തന്നെ സഭ ആരംഭിക്കുകയും ചെയ്തു. അവര് വചനം കാത്തു. ആ വചനം കാത്തു എന്ന് പറയുമ്പോൾ കർത്താവിന്റെ നാമം നിഷേധിക്കാത്ത കൂട്ടരായിരുന്നു. ഒന്നുകൂടെ വെളിപ്പാട് പുസ്തകം ഈ 7 സഭകൾക്കുള്ള ദൂത് വായിക്കുമ്പോൾ പാസ്റ്റർ അനീഷ് കാവാലം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്താണെന്ന് അറിയാവോ? നിങ്ങള്
ഇത് വായിക്കുമ്പോൾ 7 സഭകളുണ്ടല്ലോ, എല്ലാ സഭകളെ കുറിച്ചും ഓരോരോ കുറ്റം പറയുന്നുണ്ട്. നിങ്ങളല്ല, അവിടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു കുറ്റം നിനക്കുണ്ട്, നിന്റെ യാതി സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റമുണ്ട് എന്നൊക്കെ എല്ലാ സഭകളെ കുറിച്ചും അത് ഓരോരോ കുറ്റങ്ങൾ പറയുന്നുണ്ട്. ഫിലദൽഫിയ സഭയെക്കുറിച്ച് ഒരു കുറ്റവും പറയുന്നില്ല. കാരണം എന്താ? അത് യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി ധീരസാക്ഷിയായി അത് വളരെ ശക്തമായിട്ട് അവർ നിന്നു. ഏകദൈവ വിശ്വാസത്തിനും അപ്പോസ്തലന്മാരുടെ ഉപദേശം അതൊട്ടും മായ്ച്ചു കളയാതെ, ഒട്ടും അത് മൂടി വെക്കാതെ, അതുള്ളത് തുറന്നു പറയുവാൻ ആ സഭ ഒരുമ്പെട്ടത് കൊണ്ട് ആ സഭയെക്കുറിച്ച് ഒരു കുറ്റവും പറയുന്നില്ല. ആ സഭയെക്കുറിച്ച് പറയുന്നു, അതുകൊണ്ട് നിങ്ങളെ ഞാൻ തൂണുകളാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അത് തന്നെയല്ല, പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുവിശേഷത്തിന്റെ വാതിലുകള് തുറക്കാൻ വേണ്ടി അവിടെ ഒരു വിശാലമായിട്ടുള്ള ഒരു വാതിൽ തുറന്നിട്ടുണ്ട്. നമുക്കറിയാം, മറ്റനേക പട്ടണങ്ങളിൽ പോകുവാൻ വേണ്ടി ഉള്ള ഒരു വഴിയും ഒരു പ്രധാനപ്പെട്ട പട്ടണവുമായിരുന്നു ഈ ഫിലദൽഫിയ എന്ന് പറയുന്ന പട്ടണം. ഹല്ലേലൂയ. അതുകൊണ്ട് അനിഷ്കാപാലം പാസ്റ്ററെ പോലെയുള്ള ഇവിടെയുള്ള പെന്തക്കോസുകാര് സത്യം മറച്ചു വെച്ച് പഠിപ്പിക്കുന്നത് ഈ അന്ത്യകാലത്തെങ്കിലും നിർത്തിയിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്ത് അവന്റെ നാമത്തെ ഉയർത്തി തൃത്വമെന്ന പൈശാചിക പൈശാചിക ഉപദേശത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഇനിയെങ്കിലും മുൻപോട്ട് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോടും ദൈവസഭയോടും ജനത്തോടും കാണിക്കുന്ന കൊടും വഞ്ചനയാണെന്ന് ഞങ്ങൾക്ക് ഈ ഗ്രൂപ്പിലൂടെ പറയേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ തന്നെ മറച്ചു വെച്ചാ പഠിപ്പിച്ചത്, ഞങ്ങൾ അത് എടുത്തു കാണിച്ചല്ലോ. എന്താ? വചനം കാത്തു, വചനം കാത്തു, വചനം കാത്തു, വചനം കാത്താൽ ദൈവം നിന്നെയും കാക്കും. ആ വചനം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ആ വചനം അപ്പോസ്തല പ്രവൃത്തി 2:38 തുടങ്ങി സഭ ആരംഭിച്ചപ്പോൾ തുടങ്ങിയ ഈ അനിഷ്കാവാലത്തെയും ഇവിടുത്തെ പെന്തക്കോസ് എന്ന് പറയുന്ന സമൂഹത്തെയും രക്ഷിപ്പാൻ പര്യാപ്തമായിട്ടുള്ള ശ്രേഷ്ഠമേറിയ നാമം സ്വർഗത്തിലും ഭൂമിക്കും അധോലോകത്തിലും മേലായ നാമം, ആ വിളിക്കപ്പെട്ട നാമം, ശ്രേഷ്ഠമേറിയ നാമം, പാപപരിഹാരം നൽകുന്ന നാമം, രോഗസൗഖ്യം നൽകുന്ന നാമം, സ്നാനത്തിന് ഉപയോഗിക്കേണ്ട നാമം, ഈ നാമത്തെ എല്ലാം മൂടി വെച്ചുള്ള നിങ്ങളുടെ പഠിപ്പീര് കൊടും വഞ്ചനയാണ്. അത് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ജനങ്ങളെ ചതിക്കുകയാണ്. നിങ്ങൾ ദൈവസഭ പണിയുന്നവരെല്ലാം ദൈവസഭ പൊളിക്കുന്നവരാണ് എന്ന് ഞങ്ങൾക്ക് ഈ ഗ്രൂപ്പിലൂടെ പറയേണ്ടി വരുന്നു. ഖേദത്തോടെയെങ്കിലും അത് പറയട്ടെ. അനിഷ്കാവാലം വചനം മറച്ചു വെച്ചും ഉള്ളതുപോലെ പഠിപ്പിക്കുവാനായിട്ടുള്ള ആത്മധൈര്യവും സംഘടനയുടെ ആത്മാവല്ല നിങ്ങൾക്ക് ആവശ്യം, പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ മാനസാന്തരപ്പെടണം. മനസ്സാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് ആ നാമത്തെ ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടുമെന്നാണ്. ഒരു വലിയ കൂട്ടം കൂടിയിട്ട് കാര്യമില്ല. ദൈവസഭയാണ് ഇവിടെ പണിയേണ്ടത്. ദൈവസഭയ്ക്ക് ഒരു അടിസ്ഥാന ഉപദേശമുണ്ട്. ആ ഉപദേശമാണ് ദൈവസഭയിൽ പഠിപ്പിക്കേണ്ടത്. ആ ഉപദേശം മറച്ചു വെച്ചും മൂടി വെച്ചും ജനങ്ങൾക്ക് പ്രീതി കിട്ടുവാനും ജനങ്ങളെ ചിരിപ്പിക്കുവാനും എന്തെങ്കിലുമൊക്കെ വായിക്ക് വരുന്നത് പറഞ്ഞു വിടുന്ന പരിപാടി നിർത്തിയതിനു ശേഷം പ്രായത്രയായില്ലേ? എന്റെ പ്രായമില്ല എങ്കിലും പ്രായത്രയൊക്കെ ആയി. ഇനിയെങ്കിലും ഉള്ളത് പഠിപ്പിക്കേണ്ട വിധത്തിൽ നിങ്ങൾ പെന്തക്കോസുകാരന്റെ കാര്യം പറയുമ്പോൾ പെന്തക്കോസ് നാളിൽ എന്താണ് സംഭവിച്ചതെന്നെങ്കിലും ഒന്ന് ഏറെക്കുറെ പഠിച്ചിട്ട് അത് ജനങ്ങളെ പഠിപ്പിക്കുവാൻ ഞങ്ങൾ ബുദ്ധി ഉപദേശിക്കുക. നിങ്ങൾ വചനം കാക്ക, ആ ഫിലദൽഫിയ സഭയെ പോലെ വചനം കാത്ത് യേശുവിന്റെ നാമം നിഷേധിക്കാത്തവരായി നിൽക്കുവാൻ ഞങ്ങളുടെ സഹോദരൻ അനിഷ്കാവാലം പാസ്റ്ററോട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ഇവിടെയുള്ള എല്ലാ പെന്തക്കോസ് നേതാക്കന്മാരോടും ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ഇത് ഞങ്ങൾ സത്യോപദേശം, ഞങ്ങളുടെ മരണം വരെ കർത്താവായ യേശുക്രിസ്തു ഞങ്ങൾക്ക് നൽകുന്ന ആയുസ് വരെ ഈ സത്യം ഞങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കും. അതിനായി ഈ ഗ്രൂപ്പും ഇതിനു വേണ്ടി ഞങ്ങളുടെ ദൈവദാസന്മാരെയും കർത്താവ് ഉപയോഗിക്കുകയാണ്. ഞങ്ങൾ പണത്തിന് വേണ്ടി നിൽക്കുന്നവരല്ല. ഞങ്ങൾ മറ്റുള്ള ഈ ലോകത്തിലെ ജനങ്ങളെ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ പരിഹസിക്കുവാൻ വേണ്ടിയല്ല. നിങ്ങൾ സത്യോപദേശം അറിയണം, യേശുക്രിസ്തുവിന്റെ നാമത്തെ കുറിച്ച് അറിയണം. ഈ അനിഷ്കാവാലം പാസ് ചെയ്തതുപോലെ യേശുവിന്റെ നാമം മൂടി വെച്ചിട്ട് കുറച്ചു ഭാഗം മാത്രം പഠിപ്പിച്ച് അവിടെ വീമ്പിളക്കുന്ന പരിപാടി അന്ത്യകാലത്ത് നിർത്തണം. യേശുവിന്റെ നാമത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ അത് സമയമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നല്ല പോരാളിയായി നിൽപ്പാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വാക്കിൽ നിന്ന് വിരമിക്കുന്നു.
അപ്പോൾ പാസ്റ്റർ അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. അവിടെ ഒന്ന്, ഏഷ്യ മൈനറിലുള്ള പല ആൾക്കാരും ആദ്യമായിട്ട് ഒരു സുവിശേഷം കേട്ടു എന്ന് പറയുന്നത് പെന്തക്കോസ്ത് നാളിൽ തന്നെയാണ്. പിന്നെ രണ്ടാമത്, പെന്തക്കോസ്ത് എന്ന സഭയുടെ ആരംഭം അല്ലെങ്കിൽ ഉറവിടം എന്ന് പറയുന്നത് ആ പെന്തക്കോസ്ത് ദിവസത്തിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അപ്പോസ്തോലന്മാരിൽ വന്ന ആത്മാവ് സംസാരിച്ച ആ വിഷയം എടുത്ത് ആ ഒരു മെസ്സേജിനെ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ അവരെ പെന്തക്കോസ്ത് എന്ന് വിളിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത്? വെറും ഒരു ബ്രാൻഡ് നെയിം കൊടുക്കുക എന്നല്ലാണ്ട് അവര് പെന്തക്കോസ്തിന് കർത്താവ് വെളിപ്പെടുത്തിയ ആ വലിയ സത്യത്തെ പൂർണ്ണമായി വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ ഈ ഒരു നമ്മൾ കാണുന്ന ആദ്യത്തെ അവർ കേൾക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന അപ്പോസ്തോലന്മാർക്ക് 3 വർഷം 3.5 വർഷം കൂടെ നടന്ന അപ്പോസ്തോലന്മാർക്കും ലൂക്കോസിന്റെ സുവിശേഷം 24 ഒരു ബോധവും ഇല്ല ഇതെന്തുവാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി വലിയൊരു മശിഹ വരുന്നെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു രാജാവായിരിക്കും എന്ന് പറയുന്നു. എന്നിട്ട് ഒറ്റയടിയാലെ അദ്ദേഹത്തിനെ കൊന്നു. അദ്ദേഹം ഇനി ജീവിച്ചിരിപ്പോ ഇല്ല എന്ന് വിചാരിച്ച അപ്പോസ്തോലന്മാരാണ് അവിടെ നടക്കുന്നത്. അവർക്ക് പഴയ നിയമത്തിലുള്ള പ്രവാചകന്മാര് പറഞ്ഞ കാര്യങ്ങളോ ഒന്നും അവർക്ക് ആ സമയത്ത് മനസ്സിൽ ധ്യാനിപ്പാനോ അത് അറിയുവാനോ ഉള്ള കഴിവില്ല. അപ്പോൾ ആദ്യമായിട്ട് അപ്പോസ്തോലന്മാരിൽ കൂടെ കർത്താവ് പൂർത്തീകരിച്ച സുവിശേഷം, അതായത് കർത്താവിന്റെ ഈ ലോകത്തിലുള്ള വരവും അതിന്റെ ഉദ്ദേശ്യവും കർത്താവിന്റെ മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പും, ഈ ഒരു കാര്യം അറിഞ്ഞ ശേഷം ആത്മാവ് കടന്നു വരുമ്പോൾ മാത്രമേ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി ജാതികളിലേക്ക് കടന്നു പോകൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ജാതികളിലുള്ള സഭയെ പറ്റിയാണ് പറയുന്ന, ഫിലദൽഫിയ എന്ന സഭയെ ഈ പറ്റി പറയുന്നത്. അവിടെ ആൾക്കാരുണ്ട്, അവിടെ യഹൂദന്മാര് കാണാമായിരിക്കാം, ഇവിടുന്ന് ആദ്യം പോയത് യഹൂദന്മാരായിരിക്കാം. അവിടെ പോയിട്ട് അവര് ആരോടാ സുവിശേഷം പറഞ്ഞ? അവിടെ ഉള്ള ജാതികളോടായിരിക്കും സുവിശേഷം പറഞ്ഞിരിക്കുന്നത്, അവിടെ ഉള്ള യഹൂദന്മാരോടും പറഞ്ഞു കാണായിരിക്കും. എന്നാൽ അവർക്ക് ആദ്യം കേട്ട സുവിശേഷം ഏതാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അവരാദ്യം കേട്ട വചനം ഏതാണ്? എന്താ വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തു അവരോട് പോയിട്ട് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് പറഞ്ഞതായിട്ട് നമുക്ക് ബൈബിളിൽ കാണാനില്ല. അപ്പൊ ആരായിരിക്കും അവരോട് ആദ്യമായിട്ട് മെസ്സേജ് പറഞ്ഞത്? ആരാണ് അവരെ ബലപ്പെടുത്താൻ പിന്നെ യാത്രകൾ ചെയ്തതെന്നുള്ള കാര്യം നമുക്കൊന്ന് സംസാരിക്കാം. ഞാൻ പറയാനാണോ? സംസാരിക്കാം. ഞാൻ വിൽസൺ ബ്രദർ അത് ബാക്കി തുടരുമെന്നാണ് ചിന്തിച്ചാ. അതിനുശേഷമായിട്ട് പൗലോസും അതുപോലെ തന്നെ ബർന്നബാസും ഈ അവിടെ ആരംഭിച്ച സഭകളിൽ, അന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് നാളിൽ ഉപദേശം കേട്ട്, സത്യോപദേശം കേട്ട്, ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശം കേട്ട് അവിടെ ആരംഭിച്ച സഭകളൊക്കെ ശക്തിപ്പെടുത്തുവാനും അവരുടെ ജീവിതത്തിലുള്ള സംശയങ്ങൾ തീർക്കുവാനും പലപ്പോഴും പൗലോസ് ലീഗ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോസ്തലന്മാർ സന്ദർശിച്ചിട്ടുണ്ട്. അവരെ ധൈര്യപ്പെടുത്തിയതായിട്ട് പറയുന്നു, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവർ വിശ്വാസത്തിൽ നിന്ന് വീണു പോകാതിരിക്കാൻ വേണ്ടിയുള്ള നല്ല നല്ല ഉപദേശങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ പെന്തക്കോസ്ത് നാളിൽ പെന്തക്കോസുകാരെന്ന് ഇപ്പോൾ വിൽസൺ ബ്രദർ പറഞ്ഞതുപോലെ പെന്തക്കോസുകാരെന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ മാന്യമായിട്ട് ഒരു കാര്യം ചെയ്യണം. അപ്പോസ്തല പ്രവൃത്തി പെന്തക്കോസ് നാളിൽ എന്താണ് ചെയ്തതെന്നെങ്കിലും ഒന്ന് പഠിച്ചതിന് ശേഷം അത് ജനങ്ങളെ പഠിപ്പിക്കുവാനും അത് നിങ്ങളൊന്ന് അനുസരിക്കാനും എങ്കിലും നിങ്ങളൊന്ന് തയ്യാറാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് പഠിച്ചതിന് ശേഷമായിട്ട് നമുക്കറിയാം അവർ ചെയ്യേണ്ട കാര്യങ്ങൾ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്നാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്ന് നിങ്ങളൊക്കെ എല്ലാ സഭകളിലും പ്രസംഗിക്കുന്നതാണ്, ഞങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശം വീണ്ടും അവരെ ഉറപ്പിച്ചു പോകുന്നതായിട്ട് ബൈബിള് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാർ വീണ്ടും അവിടെ ചെന്ന്, പൗലോസും ബർന്നബാസും ഒക്കെ അവിടെ വീണ്ടും ഒക്കെ ചെന്ന് അവർ ആ ഉപദേശത്തെ ഉറപ്പിച്ചു പോന്നു. അവരുടെ സംശയത്തിന് നിവാരണം വരത്തക്ക വിധത്തിൽ ഉറപ്പിച്ചു പോന്നു. അവരെ അതിൽ ബലപ്പെടുത്തി, അവരെ ധൈര്യപ്പെടുത്തി.
ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു അവിടെ ചെന്ന് സഭ ആരംഭിച്ചില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ സഭയുടെ അടിസ്ഥാന ഉപദേശം എന്താണെന്ന് ഗ്രഹിച്ച ജനം അവിടെ സഭ ആരംഭിച്ചപ്പോൾ പിന്നാലെ നമുക്ക് പലവട്ടം ഏതാണ്ട് അറിയപ്പെട്ട 3 മിഷണറി യാത്ര പൗലോസ് ചെയ്തു, നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴെല്ലാം ഇവരെ സഭയെ ഉറപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ചെയ്തത്, അല്ലാതെ പോയി യോഗം നടത്തി ഒരു പിരിവെടുത്ത് പോരാൻ വേണ്ടിയല്ല. അവർക്ക് ഒരു വലിയ ആഗ്രഹമുണ്ട്. ദൈവരാജ്യത്തെയും യേശു ക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള ഉപദേശം അവരെ പഠിപ്പിച്ച് ഉറപ്പിച്ച് നിലനിർത്താൻ പോവുകയാണ് ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ഇന്നും എന്തുകൊണ്ടാണ് പല പെന്തക്കോസ്ത് സഭകളും വിശ്വാസികള് ആടി നിൽക്കുന്നത്? കാരണം എന്താ? ഉറപ്പിക്കുന്നില്ല. വചനം എന്താണ് വചനം എന്ന് അവരെ പഠിപ്പിക്കേണ്ട വിധത്തിൽ പഠിപ്പിച്ച് അവരെ ഉറപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാജയം. അതിന്റെ തെളിവാണ് നമ്മുടെ സഹോദരൻ പാസ്റ്റർ അനീഷ് കാവാനം അവിടെ നടത്തിയ പ്രസംഗം. വചനം മറച്ചു വെച്ച് മൂടി വെച്ച് നാമം അവിടെ ഉപയോഗിക്കാതെ, അത് വായിച്ച വ്യക്തിയെ പോലും സംസാരിക്കാൻ വാക്യം കൂടെ വായിക്കാൻ അനുവാദം കൊടുക്കാതെ ചാടി അതിന് മറുപടി പറയുക. എത്ര കഷ്ടമായിരിക്കുന്നു എൻ്റെ പ്രിയ സ്നേഹിത പാസ്റ്ററെ. വളരെ കഷ്ടം. ഉള്ളതുപോലെയൊക്കെ പ്രസംഗിച്ച് മുൻപോട്ട് പോയാൽ നമുക്കറിയാം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ നാം ലജ്ജിക്കേണ്ടി വരില്ല. വിശുദ്ധ ജീവിതം നയിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പോസ്തലന്മാർ പഠിപ്പിച്ച വിധത്തിൽ തന്നെ പഠിപ്പിച്ച് മുൻപോട്ട് പോകുവാൻ നിങ്ങൾ ഒരുങ്ങണമേ. അതുപോലെ തന്നെ പഠിപ്പിക്കുക മാത്രമല്ല, വീണ്ടും വീണ്ടും ആ സഭകൾ സന്ദർശിച്ച് ഈ വചനത്തെ, ഏത് വചനത്തെ? അപ്പോസ്തലന്മാർ പഠിപ്പിച്ച വചനത്തെ, അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ ഉറപ്പിച്ചു പോരാനും നിങ്ങൾ തുനിയണം എന്ന് ഈ അവസരം വീണ്ടും ഓർപ്പിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. അപ്പം അവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഒന്ന് എടുത്ത് നമുക്കൊന്ന് ചിന്തിക്കാം. പാസ്റ്റർ അതിനെപ്പറ്റി എന്താ ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. കൊലോസിയർക്ക് എഴുതിയ ലേഖനത്തിൽ 1ഉം 2ഉം അധ്യായത്തിൽ കർത്താവിന്റെ പുത്രത്വം എന്താകുന്നു എന്ന് പറയുന്നു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ വെളിപ്പാട്, ദൃശ്യമായ രൂപം എന്ന് പറയുന്നു. പിന്നെ 2ാമത്തെ അധ്യായത്തിൽ പറയുന്നു അവനിലല്ലോ, അതായത് കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിച്ചിരിക്കുന്നത്. അപ്പൊ പൗലോസ് അവർക്ക് കൊലോസിയ അതിന്റെ തൊട്ടടുത്തുള്ള ഭാഗങ്ങൾ അവിടെ എല്ലാം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഈ ഒരു എഴുത്തെന്നും പറയുന്നുണ്ട്. അപ്പം ഈ സഭകളിലൊക്കെ, ഇപ്പൊ ഈ ഫിലഡൽഫിയ ആയാലും ഇങ്ങനത്തെ സഭകളിലൊക്കെ ഈ എഴുത്തുകളുടെ കോപ്പി ചെന്ന് കാണണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ എല്ലാം അടുത്തുള്ള സ്ഥലത്ത് കൊടുക്കണമെന്നുള്ള നിർദ്ദേശവും എഴുത്തുകളിൽ പൗലോസ് പറയുന്നുണ്ട്. അപ്പം കൊലോസിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2 അധ്യായങ്ങളിൽ അവർക്ക് അയക്കുന്ന സുവിശേഷത്തിന്റെ ഭാഗമായി, അവരെ ബലപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. എഫെസോസും അതിന്റെ തൊട്ടടുത്തുള്ള സഭയാണെന്ന് നമ്മൾ ഇപ്പം കുറച്ചു നേരം മുമ്പേ ആ പ്രസന്റേഷനകത്ത് കാണുവാൻ സാധ്യമായി തീരുന്നു. അവിടെ പറയുന്നത് ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരേ ദൈവം, ദൈവവും പിതാവുമായിരിക്കുന്നവൻ ഒരുവൻ, അവൻ എല്ലാത്തിനും മീതെ ഉള്ളവൻ, എല്ലാവരിലും വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായ ഒരേ ദൈവം, അവൻ ദൈവവുമാണ് പിതാവുമാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ ഇതെല്ലാം ഈ സഭകൾക്കൊക്കെ എല്ലാം എഴുതിയ എഴുത്തുകളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം പുത്രത്വം എന്താകുന്നു എന്ന്, ദൈവം എടുത്ത മനുഷ്യത്വമാകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ ഇവർ ഇപ്പോഴും ആ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം വെളിപ്പെടുത്താതെ ഈ കർത്താവ് പറഞ്ഞതുപോലെ ഈ നാമത്തെ നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ്? കർത്താവിന് സ്തോത്രം. ഇവിടെ നമ്മൾ കർത്താവിന്റെ ദാസനിലൂടെ കേട്ടത് കൊലോസ്യ ലേഖനത്തിന്റെ 1ന്റെ 15ാം വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്നാണ് അവിടെ പറയുന്നത്. അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യമായിട്ടുള്ള രൂപം യേശുവാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നിലൂടെ അല്ലാതെ വേറെ പിതാവിനെ കാണിച്ചു തരണമെന്ന് നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് ചോദിക്കുന്നുവെന്ന് യോഹന്നാൻ 14ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പീലിപ്പോസിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോ ദൈവത്തെ കാണണമോ? ആ ദൈവത്തിന്റെ രൂപമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു എന്നുള്ള രൂപം അല്ലാതെ ദൈവത്തിന് വേറെ രൂപമൊന്നുമില്ല. ദൈവം ആത്മാവാണ്. അതുപോലെ തന്നെ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, കൊലോസ്യർ 2:9 ഒന്ന് വായിക്കാം.
അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആളായിട്ട് കാണണമെങ്കിൽ, ദൈവത്തെ ആളത്വത്തോടുകൂടി കാണണമെങ്കിൽ യേശു ക്രിസ്തുവിനെ നോക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു രൂപം കാണണമെങ്കിൽ യേശുവിനെ നോക്കണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു ഫോട്ടോ അങ്ങനെ എടുക്കുകയല്ല, ഒരു ഭാവന എന്ന് പറയുക. ദൈവത്തിന്റെ ഒരു ഫോട്ടോ എടുത്തു നോക്കിയാൽ അവിടെ കാണുന്ന യേശുവിനെ ആയിരിക്കും, അതല്ലാതെ വേറെ രൂപമില്ല. ദൈവത്തിന് ഒരൊറ്റ രൂപമേ ഉള്ളൂ. ദൈവം ഏകനാണ്. ഏകനായ ദൈവത്തിന് 3 രൂപങ്ങളൊന്നുമില്ല, ഒറ്റ രൂപമേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവാണ്. ഈ സത്യങ്ങളൊക്കെയാണ് അപ്പോസ്തല ഉപദേശം, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. അതാണ് കർത്താവിന്റെ ദാസൻ എഫേസ്യ ലേഖനത്തിന്റെ അടുത്ത് പറഞ്ഞ വാക്യം എന്താ? എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ എന്നവൻ. ദൈവവും പിതാവുമായവൻ ഒരുവൻ. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ അന്ത്യകാലത്തെങ്കിലും ഉള്ള സത്യം തുറന്നു പറഞ്ഞ് മനുഷ്യന്റെ വയറ്റിപ്പഴുപ്പിന് വേണ്ടിയുള്ള കാര്യം മാത്രം പ്രസംഗിച്ച് മനുഷ്യന് കിട്ടുന്ന നന്മ മാത്രം, നിന്നെ അമേരിക്കയിൽ കൊണ്ടുപോകാം, നിന്നെ അവിടെ കൊണ്ടുപോകാം, നിന്നെ വലിയ ജാതിയാക്കും, നിന്നെ തലയാക്കും, അതുപോലെ തന്നെ നീ വലിയ 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 അമ്പരിമ്പികളായ വീട് നിനക്ക് കിട്ടും, നീ കാറിൽ പോകുന്നു ഞാൻ കണ്ടു, ഒരു കാർ നിനക്ക് വരാൻ പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ളതായ മോഹന വാഗ്ദാനങ്ങൾ എന്ന ജനങ്ങളെ ഇങ്ങനെ വഞ്ചിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞ് അതെല്ലാം മാറ്റിവെച്ചതിന് ശേഷം സത്യവചനം ഉള്ളതുപോലെ പ്രസംഗിക്കണം. എല്ലാവർക്കും മീതെയുള്ളവൻ ആരാ? പിതാവ്. എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവൻ. എല്ലാവരിലും കൂടി വ്യാപരിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവാ. കർത്താവ് യേശു പറഞ്ഞില്ലേ, ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഇപ്പൊ കർത്താവ് നമ്മോട് കൂടി എങ്ങനെയാ ഇരിക്കുന്നത്? ആ കർത്താവ് തന്റെ ശരീരമായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. പിന്നെ എങ്ങനെ? ആത്മാവായിട്ട്. എല്ലാവരിലും കൂടി വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാ. പിന്നെ എല്ലാവരിലും ഇരിക്കുന്നവൻ. എല്ലാവരിലും ഇരിക്കുന്ന ആരാ? നമ്മുടെ പുത്രന്റെ ആത്മാവാ ഉള്ളത്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്ന. അപ്പൊ എല്ലാവർക്കും മീതെയുള്ളവൻ പിതാവ്, എല്ലാവരിലും കൂടി വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവും എല്ലാവരിലും ഇരിക്കുന്ന പുത്രനും. അങ്ങനെ ഉള്ള ദൈവവും പിതാവുമായവൻ ഒരുവൻ എന്നാണ് എഫേസ്യ ലേഖനം വായിച്ചു നോക്കണം. അപ്പൊ ഈ സത്യങ്ങളൊക്കെയാണ് പാസ്റ്റർ അനീഷ് കാവാലം ജനത്തെ പഠിപ്പിക്കുന്നത്. അതൊക്കെ ജനത്തെ പഠിപ്പിച്ച് ജനത്തെ കർത്താവിലേക്ക് ആകർഷിക്കും. കർത്താവ് പറ്റും. നിങ്ങൾക്ക് അതിനുള്ള കഴിവ് കർത്താവ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സംസാരത്തിലും മറ്റു പല വിധത്തിലും ജനങ്ങളെ ഗ്രഹിപ്പിക്കുവാനുള്ള വലിയ കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. അതൊക്കെ കർത്താവിന്റെ നാമത്തെ ഉയർത്താനും അപ്പോസ്തലന്മാരുടെ പഠിപ്പിച്ച ഉപദേശത്തെ ഉയർത്താനും വേണ്ടി ഉപയോഗിക്കാൻ. അങ്ങനെ ഉപയോഗിച്ചാൽ വലിയ അനുഗ്രഹമാകും. ഒരു വലിയ ആരും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും പരിശുദ്ധാത്മാവ് ശക്തമായി ഇറങ്ങി ശക്തമായിട്ട് പ്രവർത്തിപ്പാനിടയായിത്തീരും. ഒരു വലിയ അഭിഷേകം നിങ്ങളിലേക്ക് ഉണ്ടാകും. ഇന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു പ്രത്യേക അഭിഷേകം ഉണ്ടാകും. എല്ലാ പാസ്റ്റർമാരെയും ഉദ്ദേശിച്ചാണ് പറയുന്നത് കേട്ടോ. അല്ലാതെ അനീഷ് കാവാലം ഇങ്ങനെ ഒന്ന് പ്രസംഗിച്ചു, മറ്റുള്ളവരൊക്കെ സത്യം പ്രസംഗിക്കുന്നു എന്നല്ല ഞങ്ങൾ പറഞ്ഞതിന്റെ സാരം. അവരും ഈ വ്യാജമാണ്. അവരും പ്രസംഗിക്കുന്നത് സത്യം മറച്ചു വെച്ചാണ്. അതിനൊക്കെ ഒരു വിരാമം ഈ അന്ത്യകാലത്ത് ആവശ്യമാണ്. ആവശ്യമെന്നുള്ളതിനേക്കാൾ ഏറ്റവും നല്ല വാക്ക് അത്യാവശ്യം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഏകദൈവം തന്നെ, ദൈവത്തിന്റെ ഏകരൂപം യേശുക്രിസ്തു മാത്രമാണ്. ഇതാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. പൗലോസ് തന്നെ പറഞ്ഞില്ലേ, അവൻ അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ആരാ തേജസ്സിന്റെ കർത്താവ്? മഹത്വത്തിന്റെ കർത്താവ് ആരാ? യഹോവയാ. മഹത്വത്തിന്റെ രാജാവാരാ? യഹോവയാ. അവൻ അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിന്റെ യഹോവയെ ക്രൂശിക്കുകയില്ലായിരുന്നുവെന്ന്. ഇതൊക്കെ പഠിക്കേണ്ട വിധത്തിൽ പഠിച്ച് ജനങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് ഈ കേരളത്തിലെ മലയാളികളായിരിക്കുന്ന പെന്തക്കോസുകാരെന്ന് അഭിമാനിക്കുന്ന നിങ്ങളെങ്കിലും തയ്യാറായാൽ ഒരു വലിയ ആത്മീയ വിപ്ലവം ഇവിടെ ഉണ്ടാകും. ആത്മീയമായി വലിയൊരു ഉണർവ് ഉണ്ടാകും. ഇന്ന് കാണുന്ന ചൊറി മാറി, അല്ലെങ്കിൽ അവർക്ക് 10 കാറ് കിട്ടി, 1 കോടി കിട്ടി, അല്ലെങ്കിൽ 10 ഏക്കർ സ്ഥലം കിട്ടി, ഒന്നുമില്ലായിരുന്ന 10 ഏക്കർ സ്ഥലം കിട്ടി, ഇങ്ങനെയുള്ളതായ സാത്താനിക കപടവാക്കൾ നമുക്ക് ഉണ്ണാനും കൊടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പിന്ന ദൈവജനം പറയുന്നു. യഥാർത്ഥ ക്രിസ്ത്യാനി ആരാണെന്ന് നന്നായിട്ട് പഠിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നന്നായിട്ട് പഠിക്കണം. നമ്മുടെ ലക്ഷ്യം, പ്രിയ സ്നേഹിതരെ, ഈ നശിച്ചു പോകുന്ന നാശോന്മുഖമാകുന്ന ഈ ലോകത്തിലല്ല, നിത്യമായി നീ നിവസിക്കുന്ന ഒരു വലിയ ഭവനം, സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്.
കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്താം എന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തോടെ കടന്നു പോകുവാൻ ഞങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ ഞങ്ങൾക്ക് തരുന്ന ആയുസ് ഞങ്ങൾ വിനിയോഗിക്കുകയാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. താങ്ക് യു പാസ്റ്റർ. അപ്പം നമുക്ക് ഇത് ഒരു കാര്യം കൂടെ സമറിയിൽ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് ഒരു നല്ലൊരു എക്സാമ്പിൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 14-ാമത്തെ അധ്യായത്തിൽ ഒടുക്കലത്തെ ഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട് പൗലോസും ബർണബാസും അവർ അന്ത്യോക്യയിലായിരുന്ന സമയത്ത് അവർക്ക് ഉണ്ടായ ഒരു അനുഭവം. ചില ആൾക്കാര് പിന്നെ 15-ാമത്തെ അധ്യായത്തിൽ അത് പറയുന്നത് യഹൂദിയയിൽ നിന്നും ചില ആൾക്കാർ വന്നിട്ട് അവിടെ യഹൂദന്മാര് മോശയ്ക്ക് ഉള്ള ന്യായപ്രമാണം പോലെ പരിച്ഛേദന ചെയ്യണമെന്നുള്ള കാര്യം അവരെ അറിയിക്കുകയും അത് അനിവാര്യമാണ് രക്ഷയ്ക്കെന്ന് പറഞ്ഞിട്ട് അവരെ തെറ്റായി പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പൗലോസ് പിന്നെ വിശ്വാസത്തിൽ കടന്നു വന്ന ഒരു അപ്പോസ്തോലനായത് കൊണ്ടായിരിക്കണം പൗലോസ് അവിടെ പറയുന്നത് ഇവിടെ നമുക്ക് ഈ വിഷയം തീർക്കാതെ നമുക്ക് ആദ്യത്തെ അപ്പോസ്തോലനായ പത്രോസും മറ്റ് അപ്പോസ്തോലന്മാരായ സഹോദരങ്ങളിലേക്കും യെരുശലേമിൽ കൊണ്ടുപോയി ഈ വിഷയം വെച്ച് സംസാരിക്കാം എന്ന് പറയുന്നു. അപ്പോൾ നല്ല ഒരു മാതൃക അവിടെ കാണിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുവിശേഷം എവിടെ നിന്ന് വന്നു, ആ സുവിശേഷം വന്നതിന്റെ ഉറവിടത്തിലേക്ക് അവർ വിഷയത്തെ കടന്നു കൊണ്ടുപോവുകയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ അവര് എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആദ്യത്തെ അപ്പോസ്തോലന്മാര് കർത്താവ് ആരിൽ കൂടെ സംസാരിച്ചു അവിടത്തേക്ക് വിഷയം കൊണ്ടുപോവുക. സ്നാനം ഏതാണ് എന്ന് കാണുമ്പോൾ എവിടെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്? നിക്യായിലേക്കല്ല നമ്മൾ പോകേണ്ടത്, അന്ത്യോക്യയിലേക്കല്ല നമ്മൾ പോകേണ്ടത്. നമ്മൾ പോകേണ്ടത് യെരുശലേമിലേക്കാണ് പോകേണ്ടത്, അവിടുത്തെ സഭയിലേക്കാണ് പോകേണ്ടത്. അവിടുത്തെ അപ്പോസ്തോലന്മാർ, അവിടെ നിന്നും പുറപ്പെട്ട അപ്പോസ്തോലന്മാർ എന്ത് മാതൃകകൾ പഠിപ്പിച്ചു, ആ കാര്യമാണ് നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരേ ദൈവം, ഒരേ ആത്മാവ്, ഒരേ സുവിശേഷം, ഒരേ സ്നാനം, ഒരേ ദൈവം എന്ന് വളരെ വ്യക്തമായിട്ട് അവർ പഠിപ്പിക്കുന്നത്. അവർക്കൊരു കൺഫ്യൂഷനും ഇല്ല. ഒരേ നാമം, രക്ഷയ്ക്ക് വേണ്ടി ഒരേ ഒരു നാമം, ഇനി വേറെ ഒരു നാമം ഇല്ല എന്ന് പറയുമ്പോൾ പിതാവിന്റെ നാമം മാറ്റിക്കളഞ്ഞു എന്നല്ല, അത് തന്നെയാണ് പിതാവിന്റെ നാമം, അത് തന്നെയാണ് പുത്രൻ വെളിപ്പെടുത്തിയ പുത്രന് ഇൻഹെറിറ്റൻസ് ആയിട്ട് കിട്ടിയ ഈ എബ്രായർക്ക് എഴുതിയ വചനത്തിനകത്ത് പറയുന്നു, 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇൻഹെറിറ്റഡ് ദ നെയിം വിച്ച് ഇസ് അബവ് ഓൾ നെയിം എന്ന് പറയുന്നു. സ്വർഗത്തിൽ ഏറ്റവും മേലായ നാമം. അപ്പോൾ അത് പിതാവിന്റെ നാമം തന്നെ ലഭിച്ചു, ആ നാമം തന്നെ വെളിപ്പെടുത്തി, ആ നാമത്തെ തന്നെ മഹത്വീകരിച്ചു. ആ നാമത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുന്നത് എന്ന് പറയും. നിങ്ങൾ ആ ഒരു വിഷയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആദ്യത്തെ കേട്ട നിങ്ങൾ വചനം കാക്കണമെന്ന് പറയുമ്പോൾ വചനം ജഡമായി തീർന്നു, വചനം ദൈവമായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറച്ചു വെക്കുന്നു. ആ ദൈവം തന്നെ, ഒരേ ദൈവം തന്നെ, വചനമായിരുന്ന ദൈവം ഒരു ശരീരമെടുത്ത് വന്നതാണ് പുത്രത്വം എന്ന് പറയുന്നത്. ആ പുത്രത്വത്തിലാണ് ജനനം, മരണം, എല്ലാ അടക്കവും എല്ലാം ഉള്ളതും. അല്ലാതെ ദൈവം ആത്മാവാണ്, ദൈവം ഒരിക്കലും ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. ദൈവം എടുത്ത മനുഷ്യത്വം, അതാണ് പുത്രത്വം എന്ന് പറയുന്നത്. ഒരേ ദൈവം, ആത്മാവായ ദൈവത്തിന്റെ നാമമാണ് അവിടെ വെളിപ്പെടുത്തിയത്. ആ നാമത്തിൽ കൂടെയാണ് പാപമോചനമുള്ളത്. അതിൽ കൂടെയാണ് അവിടെ പിന്നെ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ അങ്കികളെ ശുദ്ധീകരിച്ചു, ആ അങ്കികളെ ശുദ്ധീകരണത്തോടെ സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറയുന്നത്. അവിടെ വളരെ വ്യക്തമായിട്ട് പിന്നെ പറയുന്നുണ്ട്, അങ്കികളെ അല്ലെങ്കിൽ നിങ്ങളുടെ വസ്ത്രങ്ങളെ സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറയുന്നത്. എങ്ങനെയാണ് അവർ വസ്ത്രങ്ങളെ കഴുകിയത്? പാപമോചനത്തിന്റെ സ്നാനം ഏറ്റുകൊണ്ടാണ്. അവിടെ വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ പിന്നെ അവർ അവരുടെ വസ്ത്രങ്ങളെ കഴുകി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെയൊക്കെ മറച്ചു വെച്ചിട്ട് ചില കാര്യങ്ങൾ മാത്രം സംസാരിച്ച് പിന്നെ അങ്ങും ഇങ്ങനത്തെ കാര്യം പറഞ്ഞു കുറെ ഫിലോസഫി ഒക്കെ എല്ലാം പറഞ്ഞ് മനുഷ്യരെ തെറ്റിക്കുകയാണ് ഈ പാസ്റ്റർമാര്. അപ്പോൾ ഞങ്ങളെ കേൾക്കുന്നവരും ആയാലും മറ്റു പാസ്റ്റർമാരായാലും പാസ്റ്റർ അനീഷ് കവാലമായാലും
നമ്മൾ ഈ അന്ത്യകാലത്ത് കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. അവിടെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്, വരവ് അടുത്തിരിക്കുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ വചനം കാത്ത് ആ വചനത്തിലേക്ക് കടന്നു പോകേണ്ടത്. ആദ്യം നമ്മൾ സ്വയം അതങ്ങ് ചെയ്താൽ വളരെ നന്നായിരിക്കും. ആ വചനത്തിലേക്ക് കടന്നു പോകണം. ആ സ്ഥലത്തുള്ള ആൾക്കാർ ഫിലദൽഫിയയിൽ കേട്ട സുവിശേഷം അവർ അപ്പോസ്തോലന്മാരിൽ കൂടെയാണ് ആദ്യം കേൾക്കുന്നത്. അത് പെന്തക്കോസ് നാളിൽ തന്നെയാണ് ആദ്യം കേൾക്കുന്നത്. നിങ്ങളുടെ സഭയുടെ പേര് നിങ്ങൾ പെന്തക്കോസ് എന്ന് വെച്ചത് നിങ്ങൾ പെന്തക്കോസ് ആവുന്നില്ല. പെന്തക്കോസ് നാളിൽ ആത്മാവ് വെളിപ്പെടുത്തിയ ആ സുവിശേഷം നിങ്ങൾ കേൾക്കണം. എന്നിട്ട് ആ കേട്ട് അതിനെ പ്രമാണിക്കണം. ആ വചനത്തെ നിങ്ങൾ കാക്കണം. എന്നാലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. കർത്താവ് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും വന്യമതത്തിൽ നിന്നും വന്നു ഈ ഒരു വിശ്വാസത്തെ കൈക്കൊണ്ടു പൂർണ്ണമായി ഈ വിശ്വാസത്തെ കൈക്കൊള്ളുക, അപ്പോസ്തോലന്മാരുടെ സുവിശേഷത്തെ കൈക്കൊള്ളുക. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ ലൈവിൽ ഞങ്ങളെ ജോയിൻ ചെയ്ത ഈ യൂട്യൂബിൽ ഈ ചാനലിൽ കൂടെ വീഡിയോ കാണുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഞങ്ങൾക്ക് ഈ വെളിപ്പാട് തരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് സകല മാനവും മഹത്വവും ഈ സമയത്ത് കരറ്റുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.